എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് 2026 ജനുവരി 11 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. തുറന്നു പറയുന്നതിൽ യാതൊരു മടിയുമില്ല. കാരണം ട്രേഡിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലാഭവും നഷ്ടവും നമ്മൾ കണക്കാക്കണം. പക്ഷേ കഴിഞ്ഞ ആഴ്ച എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രൂപത്തിലുള്ള ഒരു ഫാളാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അതിന് കാരണങ്ങളുണ്ട്. ഏകദേശം ഈ 2026 ഫസ്റ്റ് വീക്കായിരുന്നു പ്രീവിയസ് വീക്ക്. ആ ഫസ്റ്റ് വീക്കിലെ 5 ദിവസവും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതും കഴിഞ്ഞ 4 മാസത്തെ വീക്ക്ലി വേസിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും വലിയ ഇടിവ് 700ഓളം പോയിൻ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ ആയിരിക്കുന്നത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 2000-ൽ കൂടുതൽ പോയിൻ്റോളം ഡൗൺ ആയിട്ടുണ്ട്. കഴിഞ്ഞ 4 അതായത് നവംബർ ഒരു പകുതി മുതൽ ഈ ജനുവരി അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് വരെയുള്ള ഈ 6 വീക്ക് കാലയളവ്, ഈ കാലയളവിൽ കയറിയ 700 പോയിൻ്റ് 650 to 700 പോയിൻ്റ് ആ ഒരു ഗെയിൻ ആയത് ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഫാളായി എന്നുള്ളതാണ്. ഈ ജനുവരി ആദ്യ വീക്കിൽ ഫസ്റ്റ് ഡേ ക്രിയേറ്റ് ചെയ്ത ആൾ ടൈം ഹൈ 26,370 എന്നുള്ള ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ആ നെക്സ്റ്റ് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ 5 ഡേയ്സ് കണ്ടിന്യൂ ഒരു സെൽ സൈഡിലേക്കാണ് പോയത്. നമ്മൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഫാള് എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തീർച്ചയായും ഈ 5 ആഴ്ചക്കാലം അല്ലെങ്കിൽ 6 ആഴ്ചക്കാലത്തോളം വളരെയധികം സ്ട്രെയിൻ ചെയ്ത് 700 പോയിൻ്റ് മുകളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വന്ന് 26,370 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കേവലം 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4.5 ദിവസം എന്ന് പറയാം, ഈ 4.5 ദിവസം കൊണ്ട് ഈ 650 പോയിൻ്റോളം അല്ലെങ്കിൽ ഈ 4 മാസത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്ത ഈ 700 പോയിൻറ്റിനടുത്ത് തന്നെ ഫോളായി എന്ന് പറയുമ്പോൾ അതൊരു അൺഎക്സ്പെക്റ്റഡ് തന്നെയാണ്. അതിന് കാരണമുണ്ട്. അതായത് നമ്മുടെ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, അതോടൊപ്പം തന്നെ എങ്ങുമെത്താത്ത ട്രേഡിംഗ് ഡീൽ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കഴിഞ്ഞ മൺഡേ, ട്യൂസ്ഡേ ദിവസങ്ങളിലായി കൊണ്ടുവന്ന അല്ലെങ്കിൽ പുറത്തുവിട്ട സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പറയുന്നത്, റഷ്യയ്ക്ക് മണി സപ്ലൈ ചെയ്യുന്ന, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ 500% താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണ്. ഇത് കമ്മിങ് വീക്കിൽ, അതായത് നാളെ തുടങ്ങുന്ന ദിവസങ്ങളിലെ ഏതെങ്കിലും ഒരു ദിവസം അമേരിക്കൻ സെനറ്റ് സഭയിൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഈ റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് ഇത് 500%-ഓളം ഇന്ത്യ, ചൈന പോലുള്ള രാഷ്ട്രങ്ങൾക്ക്, ഇപ്പോൾ നമുക്കറിയാം റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യമാണ്, അതോടൊപ്പം തന്നെ ചൈനയും കൂടെയുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ 2 രാഷ്ട്രങ്ങളെയാണ് ഇവർ നോട്ടം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ട്രംപ് മോദിയെ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ സ്വന്തം സുഹൃത്താണ്, ആത്മമിത്രമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുകഴ്ത്തിക്കൊണ്ടാണ് നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നിരിക്കുകയാണ് എന്നുള്ള രൂപത്തിൽ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി വന്ന കമൻറ്റ് പ്രകാരം നെക്സ്റ്റ് വീക്ക്, അതായത് കമ്മിങ് വീക്കിൽ അമേരിക്കൻ സെനറ്റ് സഭയിൽ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ഈ 500% താരിഫ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവുമാണ് എന്ന് പറയുകയും ചെയ്തതോടുകൂടി ഈ ഒരു പാനിക് ആവുകയും കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിൽ തന്നെ ഇരിക്കുന്ന FIers അവരടക്കം ഹ്യൂജ് വീക്ക്ലി വേസ് നോക്കുകയാണെങ്കിൽ 10 lakh കോർ സെല്ലിംഗ് ആണ് FIers നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാനിക് സെല്ലിങ്ങും എല്ലാം കൂടെ തന്നെ ഈ ഒരു 5 ഡേ ഫാളായി. ഇതാണ് പ്രധാനമായും ഫാളാവാനുള്ള കാരണം. മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുണ്ട്, വെനീസ്വല പ്രശ്നം, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഗ്രീൻലാൻഡ് പ്രശ്നം,
ഡെൻമാർക്കുമായിട്ട് അഗ്രി, അതായത് ഡെൻമാർക്കിലെ ഒരു സ്വതന്ത്ര ഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. അപ്പോൾ ഡെൻമാർക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടും. അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളുണ്ട്. ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളെല്ലാം തന്നെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആവും എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ പോസിറ്റീവ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മറ്റൊന്ന്, അതായത് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ US കൊമേഴ്സ് സെക്രട്ടറി, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ കൊമേഴ്സ് സെക്രട്ടറിമാരെ പോലെയല്ല, അമേരിക്കൻ കൊമേഴ്സ് സെക്രട്ടറിക്ക് ഒരു പ്രത്യേക അധികാരമാണ്. അവിടെ പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതോട് തന്നെ അവിടുത്തെ കൊമേഴ്സ്യൽ സെക്രട്ടറി എന്ന് പറയുന്നത് ലുക്നിക്കാണ്. ഹവാർഡ് ലുക്നിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഈ രാജ്യങ്ങളിലേക്കുള്ള, അതായത് പല രാജ്യങ്ങളിലുള്ള ട്രേഡിംഗ് ഡീൽ ഫൈനലൈസ് ചെയ്ത് അതൊരു ഫോം രൂപത്തിലാക്കി അവസാനം ട്രംപിനടുത്തേക്ക് എത്തിക്കുന്ന ജോലി. അതായത് ഈ ട്രേഡിംഗ് ഡീൽ ഫൈനൽ ചെയ്ത് അവസാനം ട്രംപിൻ്റെ ഒരു സൈനോട് കൂടി ഇത് പ്രാബല്യത്തിൽ വരുന്നതാണ്. അപ്പോൾ അതുവരെയുള്ള പരമാധികാരം ഈ US കൊമേഴ്സ് സെക്രട്ടറിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഫ്രൈഡേ, അതായത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അതായത് അമേരിക്ക താരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ഇന്ത്യ വന്ന് ഈ ട്രേഡിംഗ് ഡീലിൽ ആദ്യമായിട്ട് ഇന്ത്യ ആയിരിക്കും വരിക എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ത്യ വന്നില്ല. ആദ്യമായി ഇന്ത്യ വന്ന് ഈ ട്രേഡിംഗ് ഡീലിൽ സൈൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചത്. അത്രത്തോളം ബന്ധമാണ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ. പക്ഷേ ഞങ്ങളുടെ ചിന്തകൾക്ക് വിപരീതമായ, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചതിന് വിപരീതമായാണ് സംഭവിച്ചത്. ഫസ്റ്റ് ട്രേഡിംഗ് ഡീലിൽ സൈൻ വെച്ച രാജ്യമെന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഫസ്റ്റ് ഈ ട്രേഡിംഗ് ഡീലിൻ്റെ ഇംപ്ലിമെൻ്റ് ആക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം പുറത്തു വന്നതോടുകൂടി വെനസ്ഡേ ഇംഗ്ലണ്ട് വരികയും തേഴ്സ്ഡേ അത് ഫൈനലാവുകയും ഫ്രൈഡേ അതായത് ഇംഗ്ലണ്ട് പ്രധാനമന്ത്രിയും US പ്രസിഡൻറ്റും ട്രേഡിംഗ് ഡീലിൽ സൈൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ നെക്സ്റ്റ് ഫ്രൈഡേ ഇന്ത്യ എത്തുമെന്ന് വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ത്യ വന്നില്ല. ഫിലിപ്പൈൻസാണ് വന്നത്. അതിനുശേഷം സിംഗപ്പൂർ, മലേഷ്യ എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ ട്രേഡിംഗ് ഡീലിൽ സൈൻ ചെയ്തപ്പോഴും ഇന്ത്യ ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ വരും, അല്ലെങ്കിൽ ഈ 1 മന്തിനുള്ളിൽ എന്തായാലും ട്രേഡിംഗ് ഡീൽ സംസാരിക്കാൻ വരും എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഞങ്ങളിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഉണ്ടായില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ത്യ ട്രേഡിംഗ് ഡീലിനായി വന്നത്. പക്ഷേ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം, ഒരു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ നേർക്കുനേർ ഇരുന്ന് ട്രേഡിംഗ് ഡീലിനെ കുറിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ ട്രേഡിംഗ് ഡീൽ ഫൈനലാകുമായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവർ ഇന്ത്യക്ക്, ഇപ്പോൾ മാത്രമല്ല റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ഒരു വൈരാഗ്യം കൂടെ ട്രംപിനുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഈ നമ്മുടെ രാജ്യത്തിന് ഈ പറഞ്ഞ രൂപത്തിൽ 500% ഇനിയും താരിഫ് ഉയർത്താനുള്ള സാധ്യത ഉണ്ട് തന്നെ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു US കൊമേഴ്സ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുമുള്ള കമൻറ്റിൽ നിന്നും വ്യക്തമാകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണവും കമ്മിങ് വീക്കുകളിൽ നമുക്ക് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല നെക്സ്റ്റ് വീക്ക് വീണ്ടും നമ്മുടെ മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ എന്ന് പറയുമ്പോൾ വെനീസ്വേലയിൽ നടന്ന ആ ഒരു ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അറ്റാക്ക് അത് നിലനിൽക്കുകയാണ്. കാരണം ട്രംപ് പറയുന്നത് വെനീസ്വേല ഇല്ലീഗലായി അവിടെ മയക്കുമരുന്ന് കടത്തുന്നത് ഇല്ലീഗലായി US വരുന്നുണ്ട്. ഇത് തടയാൻ എന്ന വണ്ണമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള റീപ്ലൈകളെല്ലാം വരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ചിന്തിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഇവിടെ വെനീസ്വേലയിൽ ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ ഗോൾഡും നാച്ചുറൽ ഗ്യാസും മറ്റുള്ള എല്ലാ മിനറൽസുകളും ധാരാളമുണ്ട്. അത് കൈക്കലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ പറയുന്നതും പരോക്ഷമായും പറയുന്നതും. അപ്പോൾ
ഈ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ ചെറിയൊരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം അത് എടുത്ത് ഇനി പകുതി വിലയ്ക്ക് കൊടുത്താൽ തന്നെ നെക്സ്റ്റ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇറങ്ങാനുള്ള സാധ്യതകളാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് അയാൾ ഗോൾഡിൽ കൈവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഗോൾഡും ഇദ്ദേഹം എടുത്ത് മറിക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസും യഥാക്രമം കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള ഒരു തീരുമാനവുമായി ട്രംപ് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് 2019 തന്നെ ട്രംപ് ഈ കാര്യം അമേരിക്കൻ ഗവൺമെൻറ്റിൽ പറഞ്ഞിരുന്നതാണ്. അതായത് ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കണമെന്നുള്ള താല്പര്യം 2019 തന്നെ ട്രംപ് പങ്കുവച്ചിരുന്നു. പക്ഷേ അത് ഇപ്പോഴാണ് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അവസരത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻലാൻഡിനോട് ട്രംപിന് എന്താണ് ഇത്ര താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ചൈനയും റഷ്യയും തമ്മിലുള്ള ഈ ബന്ധം, ആ ബന്ധത്തിന് ഒരു പരിധിവരെ കടിഞ്ഞാണിടാൻ കഴിയും ഗ്രീൻലാൻഡ് കൈക്കലാക്ക് വഴി. മറ്റൊന്ന്, അവിടുത്തെ മിനറൽസ് തന്നെ. ഇപ്പോൾ വെനസ്വലയെ എങ്ങനെയാണ് ആക്രമിച്ചത്, അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രീൻലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള അയേൺ, അതുപോലെ തന്നെ ഗോൾഡ്, യുറേനിയം, കൂടാതെ റയർ എർത്ത് മിനറൽസ് എല്ലാം തന്നെ ധാരാളം ഇദ്ദേഹത്തിന് കൈക്കലാക്കാം. ഡെൻമാർക്കിൻ്റെ ഒരു സ്വതന്ത്ര ഭരണപ്രദേശമായ ഗ്രീൻലാൻഡ് പറയുന്നത് ഞങ്ങൾക്ക് ഡെൻമാർക്കിൻ്റെ കൂടെയും കൂടാൻ താല്പര്യമില്ല, അമേരിക്കയുടെ ഭാഗമാവാനും താല്പര്യമില്ല. പക്ഷേ ഇത് ഡെൻമാർക്ക് ഒരു പക്ഷേ സമ്മതിച്ചേക്കാം. ഇനി ഗ്രീൻലാൻഡിനെ അഥവാ ട്രംപ് ഇത്തരത്തിൽ കൈക്കലാക്കാൻ ശ്രമിച്ചാൽ അവിടെ ഡെൻമാർക്ക് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അവർ പറയുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതിന് ട്രംപ് മുതിരുകയാണെങ്കിൽ ഒരു സൈനിക നടപടിയിലേക്ക് തന്നെ ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും എന്നുള്ളത് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഒരു യുദ്ധത്തിന് സമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ മാർക്കറ്റിലെ വേൾഡ് മാർക്കറ്റുകൾക്ക് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ആകെ പ്രതീക്ഷയ്ക്ക് വഴിവെക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, അമേരിക്കൻ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്, അവരൊരു ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തു വരും എന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ടോ ആ ജഡ്ജ്മെൻറ്റ് നടന്നില്ല. അതായത് അമേരിക്കൻ സുപ്രീം കോർട്ട് പറയുന്നത് ഈ ട്രംപ് വിധിക്കുന്ന താരിഫുകൾ, ഈ ട്രംപ് പലവിധ രാജ്യങ്ങൾക്ക് വിധിക്കുന്ന താരിഫുകൾ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള ജഡ്ജ്മെൻറ്റ് സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ അന്ന് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തോ കാരണവശാൽ അത് വന്നിട്ടില്ല. ഇനി അവർ പറയുന്നത് നെക്സ്റ്റ് 14th ജനുവരി 14th അത് തീരുമാനമാകുമെന്നാണ്. പക്ഷേ ഒരു പക്ഷേ സുപ്രീം കോർട്ട് പറയുകയാണ് ട്രംപിൻ്റെ ഇതെല്ലാം തന്നെ യൂസ്ലെസ്സാണ്, ആവശ്യമുള്ളതല്ല ഈ ട്രംപിൻ്റെ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവാണ്. അതേസമയം ട്രംപ് പറയുന്നതിനോട് യോജിക്കുന്നു, അത് ലീഗലായി തന്നെ താരിഫ് വിഷയങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നെഗറ്റീവായിട്ടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇല്ലീഗലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രതീക്ഷയാണ്. മറ്റൊന്ന്, നമ്മുടെ GDP ഗ്രോത്ത്, GDP പ്രീവിയസ് വീക്കിൽ 6.5 ആയിരുന്നു. എന്നാൽ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 7.4 ആണ്. നമ്മുടെ ഗവൺമെൻറ്റും 7.5 ആണ് പറയുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് പ്രതീക്ഷകൾക്ക് വഴിയുണ്ട്. മറ്റൊന്ന്, DIAസിൻ്റെ കണ്ടിന്യൂ ബൈയിങ് ആണ്. കഴിഞ്ഞ ആഴ്ച അവർ 17,500 കോടിയുടെ നെറ്റ് ബൈ ചെയ്ത് മാർക്കറ്റിന് ഒരു പരിധിവരെ താങ്ങി നിർത്താൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ അവർ വീണ്ടും ബൈയിങ് മോഡിൽ തന്നെ ആയിരിക്കാം, അതും ഒരു പ്രതീക്ഷ. ഇത്തരത്തിലുള്ള 2-3 കാര്യങ്ങൾ അതിൽ സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള അത് നമുക്ക് പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ടോ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പോസിറ്റീവ് ഓർ നെഗറ്റീവ് 50-50 അത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, അതുപോലെ താരിഫ് പ്രോബ്ലം, മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വഴി നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.
അതേസമയം ഇപ്പോൾ ഈ 5 ദിവസത്തിനുള്ളിൽ 700 പോയിൻറ്റോളം താഴ്ന്ന സ്ഥിതിക്ക് ഇനി കണ്ടിന്യൂ താഴത്തേക്ക് പോകാം, അത് നാളെ മുതൽ താഴത്തേക്ക് പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം ഒരു 200-250 പോയിൻറ്റോളം ഒരു റിക്കവർ നടത്തിയിട്ടായിരിക്കും വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് പോകുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നാളത്തെ സെൻറ്റിമെൻറ്റ്സ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ഫ്യൂച്ചറൊക്കെ ക്യാപിറ്റലുള്ളവർക്ക് ഒരു ഫ്യൂച്ചറൊക്കെ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് വാങ്ങി ഇൻട്രാഡേ ലെവലിൽ എക്സിറ്റ് അടിക്കുന്ന രൂപത്തിലൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. ഏതായിരുന്നാലും സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ മാർക്കറ്റിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ച നമുക്ക് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂ ഈ ഒരു 700 പോയിൻ്റ് ഇടിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളിലെല്ലാം തന്നെ സപ്പോർട്ട് എടുക്കുന്ന രൂപത്തിലുള്ള ഒരു മൊമെൻറ്റം നമ്മൾ കണ്ടു. പക്ഷേ അവിടെ ഒരു സസ്റ്റെയിൻ ആയതിനു ശേഷം വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിരിച്ച് റിക്കവർ മോഡിലേക്ക് വരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുകളിലേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മളവിടെ ട്രേഡ് എടുത്താലേ നമുക്കത് പ്രോഫിറ്റ് ആവുകയുള്ളൂ. ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇനി വരട്ടെ എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് ട്രേഡ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തു, അത് വീണ്ടും താഴത്തേക്ക് തന്നെ പോകുന്നതുകൊണ്ടുള്ള ഒരു നഷ്ടം മാർക്കറ്റിൽ സ്വാഭാവികമാണ്. കഴിഞ്ഞ ആഴ്ച സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 2185 പോയിൻ്റ് ഇടിഞ്ഞ് 83,576 സെറ്റിൽഡായിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 645 പോയിൻ്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. 25,683 ക്ലോസ് ചെയ്തിരിക്കുന്നു. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാം തന്നെ ഈ മൂന്നും 2.5% മുതൽ 4% വരെ ഡൗൺ ആണ്. അതുപോലെ സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ ഓയിൽ, ഗ്യാസ്, മീഡിയ, എനർജി ഈ സെക്ടറുകളെല്ലാം തന്നെ 4% മുതൽ 5% വരെ ഡൗണിലാണ്. അതുപോലെ മെറ്റൽ, റിയാലിറ്റി, ആട്ടോ ഈ സെക്ടറുകൾ 2% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് സൈഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡിഫൻസാണ്. ഡിഫൻസ് 1.3%, കൺസ്യൂമർ ഡ്യൂറബിൾസ് 1% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രീവിയസ് വീക്ക് മാർക്കറ്റ് റിപ്പോർട്ട് ഇതൊക്കെയാണ്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,683 ഇനി വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ 25,650 സസ്റ്റെയിൻ ചെയ്ത് താഴെ വരികയാണെങ്കിൽ 25,500 വരെ ഇമ്മീഡിയറ്റ് 25,500 വീക്ക്ലി വൈസാണ്. 25,500 ഇമ്മീഡിയറ്റ് സപ്പോർട്ടുണ്ട്. അതിനും താഴേക്ക് പോവുകയാണെങ്കിൽ 25,300 നെക്സ്റ്റ് സപ്പോർട്ട് കിടക്കുന്നത്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 25,900 ടു 26,000 ഈ ഒരു റേഞ്ചിലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 60,437 ആൾ ടൈം ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 59,250 റേഞ്ചിൽ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 58,750 ആയിരിക്കും വീക്ക്ലി ബേസിൽ ഫസ്റ്റ് സപ്പോർട്ട്. അതിനും താഴെ വരികയാണെങ്കിൽ 57,900 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 59,600, നെക്സ്റ്റ് 60,000. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ബേസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോയി അവിടെ നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്യാനുള്ള, ഓപ്ഷൻ ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഇവൻറ്റ്സുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വരാനിരിക്കുന്ന ഇവൻറ്റ്സുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മൺഡേ, അതായത് നാളെ ജനുവരി 12 വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓൺ ഇയർ 0.71% ആണ്. എക്സ്പെക്റ്റേഷൻ 1.4%. ഇനി മറ്റന്നാളാണ് ട്യൂസ്ഡേ ജനുവരി 13 വൈകുന്നേരം 7 മണിക്ക് USA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. 2.7% ആണ് പ്രീവിയസ് ആയിട്ടുള്ളത്. ഫോർകാസ്റ്റ് 2.6%. കോർ ഇൻഫ്ലേഷനും വരുന്നുണ്ട് 2.6%. എക്സ്പെക്റ്റേഷൻ 2.6% തന്നെയാണ്. ഇനി വെനസ്ഡേ ജനുവരി 14 12 മണിക്ക് ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. 0.32% ആണ് ഫോർകാസ്റ്റ്, 0.1%. അന്ന് തന്നെ, അതായത് ബുധനാഴ്ച വൈകുന്നേരം 7 മണിക്ക് USA നിന്ന് PPI ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വരാനിരിക്കുന്ന ആഴ്ചയുള്ള ഇവൻറ്റുകൾ.
ഇനി നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. 25,683 എന്നുള്ള ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സപ്പോർട്ടായിട്ട് 25,650 എന്നുള്ള ഈ ഒരു റേഞ്ചാണ് ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. പക്ഷെ നമുക്ക് 25,600 താഴെ വീഴുകയാണെങ്കിൽ മാത്രം ഡൗൺ സൈഡിലേക്ക് പോയാൽ മതിയാവും. ഇനി അപ്പ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോണാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ, 25,760. ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണിത്. ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കമ്പൾസറി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ 25,600, 25,760. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 59,100 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി പോയാൽ മതിയാവും. അതേപോലെ അപ്പ് സൈഡിലേക്ക് നമുക്ക് ഈ ഒരു സോൺ വരെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്, 59,625. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഇത് കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിങ്ക് സോണിൽ നിന്ന് പരീക്ഷിക്കാവുന്നതാണ്. 59,330. ഓക്കെ, ഇപ്പോൾ 59,270 ഇപ്പോൾ ഉള്ളത്. 59,330 എന്ന് പറയുമ്പോൾ തൊട്ടടുത്തായി ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എൻട്രി കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ, അതായത് ഗ്യാപ്പ് അപ്പോൾ ഇതിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോണിൽ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. 59,460. ഓക്കെ, 59,460 ടു 59,470 ഈ ഒരു റേഞ്ചിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.